Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഒരു ദിവസം ഞാനും റിസർവ് ബാങ്ക് ഗവർണറാകും. നോട്ടിൽ സൈൻ ചെയ്യും. PDDP മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്. നല്ല ശീലങ്ങൾ വളരട്ടെ, ഈ നാട് ഉണരട്ടെ. കുടിവെള്ളത്തിനായി ആയിരങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ കുടിവെള്ളം പാഴാക്കി വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ. അങ്കമാലി പുളിയനത്താണ് കുടിവെള്ളം കിട്ടാതെ ജനങ്ങളും വെള്ളക്കെട്ടിനാൽ വ്യാപാരികളും ദുരിതമനുഭവിക്കുന്നത്. കോൺക്രീറ്റിന്റെ ഉള്ളിൽ വാൽവാണ്. ആ വാൽവിന് വന്നിരിക്കുന്ന കംപ്ലൈന്റ് മാറ്റി അതൊന്ന് അല്ലെങ്കിൽ പുതിയ വാൽവ് വെക്കുകയോ ചെയ്താൽ മാറ്റാവുന്ന വളരെ ചെറിയൊരു കാര്യത്തിനാണ് ഇത്രയും കാലതാമസം നീണ്ട് ഈ പരിപാടി മുന്നോട്ട് പോകുന്നത്. പാറക്കടവ് പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശമാണ് 16-ാം വാർഡിലെ പുളിയനം, 3-ാം വാർഡിലെ കുന്ന് ഭാഗങ്ങൾ. ചൊവ്വര കുടിവെള്ള പദ്ധതി വഴി എത്തുന്ന വെള്ളമാണ് ഈ ഭാഗങ്ങളിലുള്ള നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഏക ആശ്രയം. സാധാരണക്കാരുടെ ഈ അവകാശമാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. കുടിവെള്ള പൈപ്പിലുണ്ടായ തകരാറിനെ തുടർന്ന് വെള്ളം ലീക്ക് ചെയ്ത് റോഡിലൂടെ പരന്നൊഴുകാൻ തുടങ്ങിയിട്ട് 1 മാസത്തിലേറെയായി. പലവട്ടം പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റി ഓഫീസിൽ നേരിട്ടും രേഖാമൂലവും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. പമ്പിങ്ങിന്റെ പവർ അനുസരിച്ച് വെള്ളമൊഴുക്ക് കൂടിയും കുറഞ്ഞുമിരിക്കും. ഒഴുക്ക് ശക്തമാകുമ്പോൾ വെള്ളം താഴോട്ട് വന്ന് പുളിയനം ജംഗ്ഷനിലാകെ പരക്കും. കച്ചവട സ്ഥാപനങ്ങളുടെ മുൻപിലെല്ലാം ചെളിയും വെള്ളവും നിറയും. പൊതുജനങ്ങൾക്ക് കടകളിലേക്ക് കയറി വരാൻ കഴിയാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് ജോസ് ഹാലൂക്ക പറയുന്നു. ഈ ഒഴുകുന്ന വെള്ളം ശുദ്ധജലമാണ്. പക്ഷെ ശുദ്ധജലമാണെങ്കിലും ഇത് കടകളിലേക്ക് തെറിക്കുമ്പോൾ ഇത് വ്യാപാരികൾക്ക് വൻ നാശം സംഭവിക്കുന്നു. കാരണം കടകളിലിരിക്കുന്ന സാധനങ്ങളിലേക്ക് വെള്ളം തെറിക്കുന്നു. ഇത് പല പ്രാവശ്യം അധികൃതരോട് സൂചിപ്പിച്ചു. ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊരു സൂചന അറിയിപ്പ് മാത്രമാണ്. ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് വ്യാപാരി വ്യവസായ സംഘടന പോകും എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് ഈ വഴി കൂടെ വളരെയധികം രൂക്ഷമായി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ തുണിയൊക്കെ തൊട്ടടുത്താണ് തുണി ഇരിക്കുന്നത്. ആ തുണിയിലേക്ക് വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം തെറിക്കുകയും വളരെയധികം രൂക്ഷമായ ബുദ്ധിമുട്ടിലാണ് നമ്മുടെ പുളിയനത്തിലുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലുള്ള എല്ലാ വ്യക്തികളുടെ കടകളിലേക്കും ഇതുമാതിരി വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളം തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാഹനങ്ങളുടെ സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള ആ അവസരത്തിലാണ് ഈ വെള്ളം തുണികളിലേക്ക് തെറിക്കുന്നതും ആ തുണി നഷ്ടപ്പെട്ടു പോവാണ്, അത് ഡാമേജായി പോവാണ്. അത്രയ്ക്ക് ചെളിവെള്ളമാണ് ഈ റോട്ടിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേൾഡ് സോഷ്യൽ റൈറ്റ്സ് കൗൺസിലിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡൻ്റാണ്, എൽദോ എന്നാണ് എൻ്റെ പേര്. ഞാൻ ഈ വന്ന കാലം തൊട്ടിട്ട് ഇപ്പോൾ ഈ 2-3 മാസക്കാലമായിട്ടാണ് ഈ വെള്ളം ഇതുമാതിരി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വേസ്റ്റ് വെള്ളമാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിലുള്ള എല്ലാ ചെളികളും കടകളിലേക്ക് തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ രൂക്ഷമായുള്ള ബുദ്ധിമുട്ടാണ് വ്യാപാരി ഇവിടെ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്രയും വെടിയുന്ന അധികാരികളെ വേണ്ട നടപടികൾ എടുക്കണമെന്ന് വിനീതമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുളിയന യൂണിറ്റിന്റെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. ലീക്ക് വന്ന ഭാഗത്തുകൂടെ പുറമേ നിന്നുള്ള മലിനജലം പൈപ്പിലേക്ക് കയറാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇത് കുടിവെള്ളം മലിനമാകാനും പകർച്ചവ്യാധി പടരാനും കാരണമാകുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ജലം അമൂല്യമാണ് എന്ന് സർക്കാർ പോലും നിർദ്ദേശിക്കുന്ന കാലഘട്ടത്തിൽ വെള്ളം കിട്ടാത്ത ഏറ്റവും കുന്നിൻ മുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിച്ച്
ആ വാൽവ് ചോർച്ച സംഭവിച്ചു തുടങ്ങിയിട്ട് മാസങ്ങളായി. നാളിതുവരെയും ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നോ കൃത്യമായ ഒരു തീരുമാനമെടുത്ത് ഈ നഷ്ടപ്പെട്ടു പോകുന്ന വെള്ളത്തെ നഷ്ടപ്പെടാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കാൻ ഇന്നേ വരെ ഉദ്യോഗസ്ഥർ തയ്യാറാവില്ല എന്നാണ് ആദ്യം പറയാനുള്ളത്. കൂടാതെ ഈ മലിനജലം സ്ലാബിലൂടെ മുകളിൽ റോഡിലൂടെ കടന്നു പോകുമ്പോൾ കൈയും കാലും കഴുകി ആളുകൾ പോകുന്ന വെള്ളവും അതുപോലെ തന്നെ മലിന വസ്തുക്കൾ അഴുകിച്ചേരുന്ന വെള്ളവും കൂടി വെള്ളം കുടിവെള്ളത്തിന് ലഭിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമായി മാറി ഈ ജനങ്ങൾക്ക് പലവിധ രോഗങ്ങളും എത്തിച്ചേരാനുള്ള സാഹചര്യം ഇതിലായി കാണുന്നു. അതിൻ്റെ പേരിൽ ഇവിടുത്തെ പരിസരവാസികൾ വളരെയധികം ദുഃഖിതരാണ്. കൂടാതെ ഈ അമിതമായി പൈപ്പ് ചോർച്ചയുണ്ടാകുന്ന ഈ വെള്ളം കടന്നു പോകുമ്പോൾ ടാറിങ്ങിൻ്റെ ഇരുവശങ്ങളിലും നഷ്ടപ്പെട്ടും പുളിയനം ജംഗ്ഷനിൽ പോലും ചെളിയും കുണ്ടുമായി രൂപാന്തരപ്പെടുന്ന റോഡുകളെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് എത്രയും വേഗം നാട്ടുകാരുടെ ഈ സങ്കടം അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ചോർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കി ഉദ്യോഗസ്ഥർ തയ്യാറായി മുന്നോട്ട് വരണമെന്നാണ് പറയാനുള്ളത്. പാറക്കട പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ പുളിയനം കുന്നിലേക്ക് അവിടെ ടാങ്ക് സ്ഥാപിച്ചുകൊണ്ട് ചൊവ്വരയിൽ നിന്ന് വരുന്ന പൈപ്പ് ലൈനാണ് ഇപ്പോൾ പൊട്ടിയൊലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കുടിവെള്ള പൈപ്പ് ലൈനാണ് ഇതിലെ കടന്നു പോകുന്നത്. ഈ പൈപ്പ് ലൈൻ മുഖേന പോകുന്ന വെള്ളമാണ് കുന്നു തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ നമുക്ക് കുടിവെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്നത്. ആ പൈപ്പ് ലൈൻ പൊട്ടി ഒലിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. വാട്ടർ അതോറിറ്റിനെയും പഞ്ചായത്ത് മുഖേന വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ അറിയിച്ചിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതവരുടെ കടുത്ത അനാസ്ഥയാണ്. അതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അതുമാത്രമല്ല, ഈ കുടിവെള്ള സ്രോതസ്സിലൂടെ പൊട്ടിയൊലിച്ചതിൽ കൂടെ മലിനജലം ഇറങ്ങാനും അതുപോലുള്ള സാംക്രമിക രോഗങ്ങൾ അതിൻ്റെ പേരിൽ പടർന്നു പിടിക്കാനും സാധ്യതയുണ്ട്. കാരണം ഇത് കുടിവെള്ളമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വാട്ടർ അതോറിറ്റിയോട് പെട്ടെന്ന് തന്നെ അത് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടത്. അത് നടപ്പാക്കിയില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ കുടിവെള്ളം പൊട്ടി ഒലിച്ചു പോകുന്ന പ്രദേശങ്ങളെ റോഡ് നമുക്ക് കട്ടറായി മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ പൊട്ടിയൊലിക്കപ്പെടുന്ന വെള്ളം നേരെ ചെന്ന് നിൽക്കുന്നത് പുളിയനം ജംഗ്ഷനിലാണ്. ഈ പുളിയനം ജംഗ്ഷനിൽ ഒരു പൊതു കിണറുണ്ട്. ആ കിണറിൻ്റെ ചുറ്റുമാണ് ഈ വെള്ളം ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുൾപ്പെടെ ചെളിയായി ഈ ജംഗ്ഷനും ഈ പ്രദേശങ്ങളും ഈ ജലം കൊണ്ട് ചെളിയാക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ കുടിവെള്ള പ്രശ്നം വലിയ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. പലവട്ടവും നമ്മൾ വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ട് അവർ അത് നന്നാക്കാൻ തയ്യാറായിട്ടില്ല. അതിൽ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധവും ഇതോടൊപ്പം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഈ സ്കൂളിലേക്ക് പോകുന്ന പിള്ളേർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ പോകുന്ന സമയത്ത് മേത്തേക്ക് വെള്ളം തെറിക്കുക, ബൈക്കുകാർ പോകുമ്പോൾ വെള്ളം തെറിക്കുക. അപ്പോൾ ഈ കുട്ടികളുടെ യൂണിഫോമിലൊക്കെ തെറിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇവിടെ കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു തീരുമാനങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇപ്പോൾ കാണാം, നമുക്ക് ഇവിടെ നിന്ന് വെള്ളം ഒഴുകുന്നത് കാണാം. ഇവിടെ നിന്ന് ഈ പൗട്ടിൻ്റെ ഈ വാൽവ് റെഡിയാക്കാനായിട്ട് വാട്ടർ അതോറിറ്റിയുടെ ആരെങ്കിലും വന്നിരുന്നുണ്ട്? ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളൊരു അറിവാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനുള്ള ഒരു മാർഗ്ഗത്തോടുകൂടി വരട്ടെ. ജലം അമൂല്യമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. അത് ഒരു തുള്ളി പോകുന്നത് പാഴായി പോകുന്നത്. പ്രത്യേകിച്ച് കുടിവെള്ളമാണത്. അത് പാഴാക്കാൻ പാടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കൂടെ തന്നെ കൊതുകുകളും മറ്റുള്ള സംഗതികളും ആ ഷോപ്പുകളിലൊക്കെ ഈ വെള്ളം ചവിട്ടിയിട്ടാണ് ആ ഷോപ്പുകളിലേക്ക് കയറുന്നത്. ആ ബുദ്ധിമുട്ട് അവിടെ ജംഗ്ഷനിലുമുണ്ട്. ഇവിടെ താഴത്ത് അപ്പുറത്തൊക്കെ വെള്ളിലപ്പൊങ്കും ഭാഗത്തൊക്കെ ശരിക്കും കുടിവെള്ള ക്ഷാമം വളരെയധികം രൂക്ഷമായ ഒരു സാഹചര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അതൊരു അനാസ്ഥ മാറി എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യത്തിലേക്ക് ഇറക്കട്ടെ എന്ന് കൂടി പറയാൻ വേണ്ടിയാണ് പ്രദേശവാസികളെല്ലാവരും കൂടെ. വാട്ടർ അതോറിറ്റി ഇതിന് ശക്തമായ ഒരു നിലപാട് എടുത്ത് ഇതിലെ യാത്രാ സൗകര്യം, യാത്രയ്ക്ക് പോകുന്ന കുട്ടികൾക്കും യാത്രക്കാർക്കും വളരെ ദുർഘടമാണ് ഇതിലെ യാത്ര. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത്തരം സംഭവങ്ങൾ വാട്ടർ അതോറിറ്റി മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ഭംഗിയാക്കി. ചെളിയും വെള്ളവും പരന്നു കിടക്കുന്ന റോഡിലൂടെ വാഹന സഞ്ചാരവും കാൽനട യാത്രയും ദുരിതപൂർണമായിരിക്കുകയാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിൽ ജെ അറക്കലാൻ, ബ്ലോക്ക് സെക്രട്ടറി CP ദേവസി, മൈനോറിറ്റി വിഭാഗം ജില്ലാ വൈസ് ചെയർമാൻ ജോഷി പറോക്കാരൻ, സിനി ആർട്ടിസ്റ്റ് ആൻഡോ പുളിയനം, ഡിറ്റോ K വർഗീസ്, ജിൻഡോ പറമ്പി എന്നിവർ കുടിവെള്ള ചോർച്ചയുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ചു.
ഞങ്ങൾ ആദ്യം നടപടി എന്നോണം ഞങ്ങൾ പഞ്ചായത്ത് മുഖേനയും ഒക്കെ നമ്മൾ വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. അത് കൊണ്ട് നടപടി പൂർത്തിയാക്കപ്പെട്ടില്ല എങ്കിൽ ഞങ്ങൾ സമരപരിപാടികളുമായി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലൊരു സംശയം. ഞങ്ങൾ അടുത്ത ആഴ്ച ഇത് നടന്നില്ല എങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ മുമ്പിലേക്ക് സമരപരിപാടികളുമായിട്ട് ശക്തമായ സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ ആളുകളെയും ജനങ്ങളെ ഇവിടുത്തെ സാധാരണക്കാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇനി ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഒരിക്കലും അനുവദിക്കുന്നതല്ല. അതിന് ശക്തമായ ഭാഷയിൽ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ ഇതിന്റെ രംഗത്തേക്ക് വരും. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികൃതർ കണ്ടറിഞ്ഞ് ശരിക്കും ഇത് വർക്കൗട്ട് ചെയ്യണം. എന്താ കാരണം വളരെ ബുദ്ധിമുട്ടില്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ ആയാലും ഇനി ഒരു അപകടമൊക്കെ വരായത് ഇതിൻ്റെ പേരിൽ ഈ വെള്ളം കാണുമ്പോൾ പെട്ടെന്ന് വെട്ടിക്കാം. അപ്പുറത്തെ സൈഡിലെ ആളുകൾ അവരെ മേത്ത് തെറിക്കണ വെച്ച് വെട്ടിക്കും. അപ്പോൾ അവിടെ നിന്ന് തന്നെ വണ്ടിക്കാർ ഇത് അറിയണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവാക്കണമെങ്കിൽ ഇപ്പം അതിന് അപകടം വന്നിട്ടല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്, അതിന് മുമ്പ് കണ്ടറിഞ്ഞ് ചെയ്യുക. വാട്ടർ അതോറിറ്റി അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് നീങ്ങുമെന്ന് നേതാക്കളും മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളും അറിയിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി.